ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു 1-2 ആഴ്ചയായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള മഴയിൽ നന്നായിട്ട് വെള്ളം പൊങ്ങി. അപ്പോൾ ഇവിടെ വെള്ളം പൊങ്ങുമ്പോൾ പുതുപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിൽ കൂടി ഒഴുകുന്ന ഒരു തോടുണ്ട്. ആ തോട് നിറച്ച് വെള്ളം കവിഞ്ഞൊഴുകും. അപ്പോൾ അവിടെ ഈ പുല്ലൻ എന്ന് പറയുന്ന ഒരു മീനിൻ്റെ കളിയാണ് ആ സമയത്ത്. അപ്പോഴത്തേന് വലക്കാരും പിന്നെ ചൂണ്ടയിടലുകാരും എല്ലാം കൂടെ വന്ന് ഭയങ്കര ബഹളമാണ് ആ റോഡിൽ. ഞാൻ സ്ഥിരം സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന റോഡാണ്. പുതുപ്പള്ളി പള്ളിയുടെ വാതിലിൽ കൂടെയുള്ള വഴി, അതായത് പുതുപ്പള്ളിയും ഞാലിയാകുഴിയുമായിട്ട് ബന്ധിക്കുന്ന ഒരു റോഡാണത്. ആ റോഡിൻ്റെ 2 സൈഡിലും കണ്ടവും അതിനിടയ്ക്കൊരു തോടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കലക്കവെള്ളം വരുന്ന സമയത്ത് ഇഷ്ടംപോലെ പുല്ലൻ എന്ന് പറയുന്നൊരു മീൻ, പിന്നെ പള്ളത്തി ഒക്കെ വരും. അപ്പോഴത്തേനും അവിടെ ആൾക്കാർ ഫണ്ടിനായിട്ട് വന്ന് വലയിടുന്നവരും വിൽക്കാൻ വേണ്ടി വന്ന് വലയിടുന്നവരും എല്ലാം ഉണ്ട്. അപ്പോൾ അത് പിടിക്കുക, അന്നേരം തന്നെ വിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവിടെ വന്ന് മീൻ മേടിച്ചിട്ട് പോകുന്നു. ചില ദിവസം 100 രൂപ, ചില ദിവസം 50 രൂപ, ചില ദിവസം 60 രൂപയ്ക്കൊക്കെയാണ് ഈ പുല്ലിനെന്ന മീൻ കിട്ടുന്നത്. ഞങ്ങൾ ഒരു 4 മണിയായപ്പോൾ വെള്ളം കാണാനായിട്ട് ഇറങ്ങിയതാണ്. കാരണം അവിടെ ആൾക്കാരുടെ കളിയാണ്. ഈ ചാകര പുല്ലൻ ചാകര എന്ന് പറയാം. ഇത് കാണാനായിട്ടും വല പിടിക്കുന്നത് കാണാനായിട്ടും മത്സ്യം വാങ്ങാനെത്തുന്നവരും വിൽക്കാനെത്തുന്നവരും അങ്ങനെ പല ടൈപ്പിലുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. പ്രായഭേദമന്യേ എല്ലാവരും ഉണ്ട് അവിടെ. ചിലർ റെയിൻകോട്ടും ഒക്കെ ഇട്ട് മഴ നനഞ്ഞാണ് ഈ മീൻ പിടിക്കുന്നതും മീൻ വാങ്ങിക്കുന്നതും അത് കാണാൻ നിൽക്കുന്നതൊക്കെ. പക്ഷെ ഭയങ്കര രസമാണ്. 2 സൈഡും ഇങ്ങനെ നിറച്ച് വെള്ളം കൊണ്ടിങ്ങനെ നിറഞ്ഞു കിടക്കുന്നു. മീൻ തിന്നാനായിട്ട് ഇഷ്ടംപോലെ വെള്ളക്കൊക്കുകൾ വരുന്നു. അതിനിടയ്ക്കൂടെ പട്ടി നടക്കുന്നു. പിന്നെ 2 സൈഡിലും 2 വീലേഴ്സും 4 വീലേഴ്സും എല്ലാം നിറഞ്ഞു കിടക്കുകയാണ്. പിന്നെ പുതുപ്പള്ളിയുടെ വാതിൽ എന്ന് പറഞ്ഞൊരു പ്രത്യേക ഭംഗിയാണല്ലോ. ഭയങ്കര രസമാണ് അവിടെ ഇരിക്കാൻ. ഓക്കെ, അവിടെ ഇരിപ്പുകാരും എല്ലാം ഉണ്ട്. അങ്ങനെ ആ റോഡ് നിറച്ച് നല്ല ജനനിബിഡമായിരിക്കുകയാണ്. അതുകൂടാതെ അതിൻ്റെ സൈഡിൽ കുറേ തട്ടുകടകളുണ്ട്. നല്ല ചൂട് ഏത്തയ്ക്കാപ്പം, വട, ഉഴുന്നുവട, ചിക്കൻ റോസ്റ്റ് എന്ന് വേണ്ട എല്ലാം കിട്ടുമെന്ന് തോന്നുന്നു. നല്ല ചായ, കാപ്പി, ജ്യൂസ്, നാരങ്ങ വെള്ളം, കരിക്കിൻ വെള്ളം എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് അവിടെ വന്ന് ആദ്യമൊക്കെ ബാച്ചിലേഴ്സേ വരുള്ളൂ. ഇപ്പോൾ ഫാമിലി ഇഷ്ടംപോലെ വരിക. അവിടെ പുറത്ത് ഇരിക്കാനായിട്ടുള്ള ചെറിയ ചെറിയ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കുക, കഴിക്കുക, പോവുക. അപ്പോൾ ഞങ്ങളും ചെന്നൊരു കാപ്പിയൊക്കെ കുടിച്ചു, ഒരു ഏത്തയ്ക്കാപ്പമൊക്കെ തിന്നു, പിന്നെ വട കഴിച്ചു. അങ്ങനെ അതെല്ലാം കഴിച്ച് സംതൃപ്തമായിട്ട് ആ വഴി തന്നെ തിരിച്ചു പോവുകയാണ്. ഒരു രസം തന്നെയാണ് കേട്ടോ. റോഡ് നിറച്ച് 2 വീലേഴ്സും 4 വീലേഴ്സിൻ്റെ കളിയാണ്. ആൾക്കാർ ഇങ്ങനെ വന്ന് അവിടെ ഇരിക്കുക. ഈവനിങ് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ നല്ല രസമാണ്. ഈവൻ മഴയത്ത് പോലും റെയിൻകോട്ടും ഒക്കെ ഇട്ട് അവിടെ അങ്ങ് ഇരിക്കുകയാണ്. മീൻ മേടിക്കാൻ എത്തുന്നവരും ഉണ്ട്. പിന്നെ വെറുതെ എല്ലാവരും ഈ വലയിടാനൊരു ഫണ്ടിന് വേണ്ടി വലയിടാൻ വരുന്നവരും ഉണ്ട്, അത് കാണാനും. അപ്പം ഭയങ്കര വിലക്കുറവാണ്. കിലോയ്ക്ക് 50 രൂപ, ചിലപ്പോൾ 60 രൂപ, ചിലപ്പോൾ 100 രൂപ ഒക്കെ അത്രയൊക്കെ ഉള്ളൂ. നല്ല പനഞ്ഞീനുണ്ട്. എല്ലാവരും പറയുന്നത് നല്ല ടേസ്റ്റാണെന്ന് പറയുന്നു. പക്ഷേ ചിലർ പറയുന്നതിന് ഭയങ്കര മുള്ളാണ്. പക്ഷേ മുള്ള് കളയാൻ നല്ല മാർഗ്ഗമുണ്ടെന്ന് പറയുന്നു. ഇത് ക്ലീൻ ചെയ്ത ശേഷം ഇതിങ്ങനെ ചെരിച്ച് വരഞ്ഞിട്ട് നല്ല നാരങ്ങാനീര് നന്നായിട്ട് അകത്തോട്ട് പുരട്ടി വെച്ചാൽ ആ മുള്ളിൻ്റെ ഹാർഡ്നെസ് എല്ലാം പോകുമെന്നാണ് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ് ഇത് വറുക്കാൻ എന്ന് പറയുന്നു. ഞാനിതുവരെയും ആ സാഹസത്തിന് മുതിർന്നില്ല. കാരണം എനിക്ക് പേടിയാണ്, മുള്ളിനോട് പേടിയാണ്. പിന്നെ അത് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ട് ഞാനത് മേടിക്കാറില്ല. പിന്നെ പൊതുവെ എനിക്ക് കായൽ മീനിനോട് അത്ര താല്പര്യവുമില്ല. പക്ഷേ അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ മീൻ പിടിക്കുന്നതും മീൻ വിൽക്കുന്നതും അതൊക്കെ കാണാനൊരു ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇന്ന് 5 മണിയായപ്പോൾ ഞങ്ങളന്ന് അതൊക്കെ ഇതിലിറങ്ങിയതാണ്. ഞാൻ സ്ഥിരം സ്കൂളിൽ പോകുന്ന വഴിയാണിത്. 7 മിനിറ്റ് കൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് സ്കൂളിൽ വരാമായിരുന്നു. പക്ഷേ വെള്ളം പൊങ്ങിയാൽ ഇതിൽ ചിലപ്പോൾ ഈ റോഡിലൊക്കെ കയറും. അപ്പോൾ പിന്നെ ഈ റോഡിൽ കൂടെ നമുക്ക് വരാൻ പറ്റുകയില്ല. അന്നേരം വേറെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി വരേണ്ടി വരും. അല്ലെങ്കിൽ ഭയങ്കര നല്ലൊരു ഷോർട്ട് കട്ടാണിത്. ഇതിനെ കൊട്ടാരത്തിൽ കടവെന്നാണ് പറയുന്നത്. നമുക്ക് പുതുപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ ഞാലിയാകുഴി ഇറങ്ങാൻ വെറും 7 മിനിറ്റേ ഉള്ളൂ. പിന്നെ നല്ല നല്ല നയനമനോഹരമായ കാഴ്ചയൊക്കെ കണ്ടൊക്കെ ഇങ്ങനെ പോരാം.
പിന്നെ വലിയ റഷും ഇല്ല. അതാണ് ഈ റോഡിൻ്റെ പ്രത്യേകത. പക്ഷേ ഇതിപ്പം ഈ ഒരു മെയിൻ സീസൺ ആയതുകൊണ്ട് റോഡ് നാറ് ചാളാണ്. എല്ലാവരും അങ്ങനെ വന്ന് അവിടെ കുത്തിപ്പിടിച്ച് നിൽപ്പുണ്ട്. വലിയ മഴയാണെങ്കിലും അവരവിടെ നിൽക്കും. ഈവൻ ചൂട് സമയത്താണെങ്കിലും ആൾക്കാർ വന്ന് ഈ 4 മണിയാകുമ്പോൾ ഭയങ്കര ഇരിപ്പുകാരാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ തട്ടുകടയുള്ളതുകൊണ്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട് ആൾ വരും. വന്നിട്ട് ഇവിടെ ഇരിക്കും. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ചാറ്റ് ചെയ്തൊക്കെയാണ് പോവാറ്. എന്താണെങ്കിലും നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ഇനിയിപ്പോൾ ഈ ഒരു മഴയും കൂടെ ഇങ്ങനെ പെയ്യുവാണെങ്കിൽ നാളെ കുറച്ചുകൂടെ വെള്ളം പൊങ്ങും. ഇതിപ്പോൾ ഈ റോഡിൻ്റെ അങ്ങേ സൈഡ് പറമ്പിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. നല്ലതായിട്ട് വെള്ളം കയറി. ഈ സൈഡിലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് കുറച്ച് മഴ പെയ്താൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. വെള്ളം നല്ല കലങ്ങിയാണ് കിടക്കുന്നത്. പക്ഷെ അവിടെയുള്ള വീടുകളിലൊക്കെ സ്ഥിരം അവിടെ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവർ വേറെ വീടുകളിലൊക്കെ പോയി താമസിക്കും. സിറ്റിയിലായതുകൊണ്ട് അവർക്കൊന്നും ഒരു പുത്തിരിയല്ല. അവിടെയൊക്കെ ഇങ്ങനെ ചില വീടുകളിലൊക്കെ ഇങ്ങനെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. കാഴ്ചക്കാർക്ക് നല്ല ഭംഗിയാണ്. പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ കഷ്ടപ്പാട് ഓർത്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡുകളിലേക്ക് നോക്കി രണ്ട് സൈഡും ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും മീൻ കഴിക്കാനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാനും ഭയങ്കര വിലക്കുറവാണ് എന്ന് പറയുന്നു. ഇപ്പം ഒത്തിരി മീനൊക്കെ കിട്ടിയാൽ ഭയങ്കര വിലക്കുറവാണ്. ചുമ്മാ വാരി കൊടുക്കുക എന്നാണ് പറയുന്നത്. ഇന്നും നല്ല മഴയായിരുന്നു ഇന്നും. ഇതുവരെ അങ്ങോട്ട് തോർന്നിട്ടില്ല. അപ്പോൾ തോർന്ന ലക്ഷണമില്ല. ഇടിയും മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര മനോഹരമായി തോന്നുന്ന ഒരു കാഴ്ചയാണിത്. അപ്പോൾ അത് ഞാൻ നിങ്ങളെയൊക്കെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചൊന്ന് റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം എല്ലാ സ്ഥലങ്ങളിലും തന്നെ മഴ നന്നായി പെയ്യുന്നുണ്ട്. എല്ലായിടത്തും മഴയുടേതായ ബുദ്ധിമുട്ടുകളും ഇലക്ട്രിസിറ്റി പോവുകയും വരികയും ചെയ്യുന്നു. അങ്ങനെ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നു. ആകെ ബഹളം. അപ്പോൾ ഞാൻ തൽക്കാലം ഇത് നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.